ഹായ് ഹലോ. ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു ടൊമാറ്റോ പുലാവ് തയ്യാറാക്കിയാലോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കിന് വൈകിട്ട് വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കറി ഉണ്ടാക്കണം, അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ റൈസ് മാത്രം മതി. അതിൻ്റെ കൂടെ ഒരു ചെറിയ സലാഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ ഒരു അല്പം അച്ചാർ മാത്രം മതി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിന് മുന്നേ ഒരല്പം ബാസ്മതി അരി, ഞാനിവിടെ 1 ഗ്ലാസ് അരിയുടെ ടൊമാറ്റോ പുലാവാണ് ഉണ്ടാക്കിയത്. അത് അല്പം നേരത്തെ സോക്ക് ചെയ്തിടുക, എന്നിട്ട് വെള്ളത്തിൽ നിന്ന് എടുത്ത് വാലയ്ക്ക് വെക്കുക. ശേഷം കുക്കർ എടുക്കുക. കുക്കറിലേക്ക് അല്പം നെയ്യോ വെളിച്ചെണ്ണയോ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് മസാലകളെല്ലാം അല്പം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒരു അല്പം ചേർത്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ചെറുള്ളി, ഇതിനകത്ത് ചെറുള്ളിയാണ് ചേർക്കുന്നത്, സവോള ചേർക്കുന്നത്. ചെറുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ഇതാണ് പുലാവിന്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ഞാൻ 1 ഗ്ലാസ് അരിക്ക് 4-5 തക്കാളി ചേർത്താലും കുഴപ്പമില്ല. തക്കാളിയുടെ ഇതാണ് അതിന് വേണ്ടത്. പിന്നെ മല്ലിയില ഇതിനകത്ത് മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ്. മല്ലിയില നന്നായിട്ട് ചേർക്കുക, മല്ലിയിലയും പുതിനയും. പിന്നെ അല്പം പച്ചമുളക്, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് നന്നായി വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് അല്പം കറിവേപ്പില ആഡ് ചെയ്യുക. അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റി ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വാലയ്ക്ക് വെച്ചിരിക്കുന്ന ബാസ്മതി അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാസ്മതി അരി അതിലേക്ക് ചേർത്ത് നമുക്ക് ആ മിക്സുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരല്പം നെയ്യും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ചുകൂടി മല്ലിയിലയും കൂടെ ചേർത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിലടിച്ച് അതിൻ്റെ എയർ താഴുന്നിടം വരെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എയർ പോയി കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസ് തയ്യാറാക്കി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോസ് എല്ലാം കാണണേ. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ.